हाय नमस्ते। मैं डॉक्टर प्रणव रामचंद्र, सीनियर एंडोक्रिनोलॉजिस्ट। मैं बेंगलुरु से हूँ। मैं डायबिटिस एंडोक्रिनोलॉजी के पे काम करता हूँ। ये मैं आपके लिए पेशेंट एजुकेशन का यूट्यूब चैनल बनाया हूँ। प्लीज़ इसको वॉच कीजिए और बीमारी के बारे में जानिए। थैंक यू। എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇൻസുലിൻ പെൻ ഉപയോഗിക്കുന്ന ഒരാളാണോ? എങ്കിൽ അത് ഏറ്റവും ശരിയായ രീതിയിൽ, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ? ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണിത്. വാ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് വെറുതെ പറയുന്നതല്ല. ഇത് ഡോക്ടർ പ്രവീൺ രാമചന്ദ്ര, ഒരു സീനിയർ എൻഡോക്രിനോളജിസ്റ്റാണ്. അദ്ദേഹം തയ്യാറാക്കിയ ഡൈപ്ലസ് പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിനെ 100% വിശ്വസിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. മൊത്തം 6 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഡയപ്ലസ് പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കും. പിന്നെ ഇഞ്ചക്ഷന് എങ്ങനെ റെഡിയാകണം, എവിടെ, എങ്ങനെ കുത്തണം, അതിനുശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനുള്ള ചില ടിപ്സും സാധാരണ വരുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും കൂടി നോക്കും. റെഡിയല്ലേ? ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ പ്രോട്ടോക്കോളൊക്കെ ഫോളോ ചെയ്യുന്നത്? വെറുതെ അങ്ങെടുത്താ പോരെ? പോരാ. കാരണം നമ്മൾ ഈ പറയുന്നതുപോലെ ശരിയായിട്ട് ഇൻസുലിൻ എടുത്താൽ മാത്രമേ അതിന്റെ കറക്റ്റ് ഡോസ് നമ്മുടെ ശരീരത്തിലെത്തുകയുള്ളൂ. അതുമാത്രമല്ല, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാനും ഷുഗർ ലെവൽസ് നല്ല കൺട്രോളിൽ നിർത്താനും ഇത് സഹായിക്കും. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? ഏതൊരു കാര്യവും തുടങ്ങുന്നതിനു മുൻപ് നല്ലൊരു തയ്യാറെടുപ്പ് വേണമെന്നല്ലേ പറയാറ്? ഇൻസുലിൻ ഇഞ്ചക്ഷന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. ഒരു ഇഞ്ചക്ഷൻ പെർഫെക്റ്റ് ആകാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില നിർണായക കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്സ് 5 കാര്യങ്ങൾ. 1. കൈകൾ നല്ല വൃത്തിയായി സോപ്പിട്ട് കഴുകുക. അതേറ്റവും ബേസിക്കായ കാര്യമാണ്. 2. ഇൻസുലിന്റെ ലേബിള് നോക്കുക. ശരിയായ ഇൻസുലിൻ തന്നെയാണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തണം. 3. ചില ഇൻസുലിൻ കലങ്ങിയ പോലെ ഇരിക്കും. അതിനെ നമ്മൾ ക്ലൗഡി ഇൻസുലിൻ എന്ന് പറയും. അങ്ങനത്തേതാണെങ്കിൽ കൈകൾക്കിടയിൽ വെച്ച് പതുക്കെ ഒന്ന് ഉരുട്ടിയാൽ മതി. ഒരു കാരണവശാലും കുലുക്കരുത് കേട്ടോ. 4. ഓരോ തവണയും ഒരു പുതിയ സൂചി തന്നെ ഘടിപ്പിക്കുക. അതെ, ഓരോ തവണയും. 5. കാര്യം പ്രൈമിംഗ്. 2 യൂണിറ്റ് ഡയൽ ചെയ്തിട്ട് സൂചി മുകളിലേക്ക് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. എയർ ബബിൾസ് ഒക്കെ പോയി ഇൻസുലിന്റെ ഒരു തുള്ളി പുറത്തു വരുന്നത് കാണാം. ഇതോടെ നമ്മുടെ പെൻ റെഡിയായി. ഞാനിത് ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ തവണ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഒരു പുതിയ സൂചി തന്നെ ഉപയോഗിക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു തവണ കൂടി ഉപയോഗിച്ചാൽ എന്താ എന്ന് ചിന്തിക്കരുത്. ആ ഒരു ചെറിയ ശീലം മാറ്റിയാൽ മാത്രം മതി. വേദന, ഇൻഫെക്ഷൻ, പിന്നെ തൊലിക്കടിയിലുണ്ടാകുന്ന ആ മുഴകൾ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരി, അപ്പൊ നമ്മൾ പെന്നൊക്കെ റെഡിയാക്കി. ഇനി അടുത്ത വലിയ ചോദ്യം, എവിടെയാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? എങ്ങനെയാണ് എടുക്കേണ്ടത്? വേദനയില്ലാതെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇൻസുലിൻ എടുക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: വയറ്, തുടയുടെ ഭാഗങ്ങൾ, കൈകളുടെ മുകൾ വശം, പിന്നെ നിതംബം. വയറിലാണ് എടുക്കുന്നതെങ്കിൽ പൊക്കിളിൽ നിന്നൊരു 2 വിരൽ അകലം വിട്ടുവേണം എടുക്കാൻ. പക്ഷേ ഈ സ്ഥലങ്ങളെക്കാളൊക്കെ പ്രധാനം എന്താണെന്നറിയാമോ? സൈറ്റ് റൊട്ടേഷൻ. അതായത് ഓരോ തവണയും കുത്തിവെക്കുന്ന സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കാം. അതാണ് ശരിക്കും വിജയത്തിന്റെ താക്കോൽ. എന്തിനാണ് ഈ സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്? കാരണം ഓരോ തവണയും ഒരേ സ്ഥലത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒഴിവാക്കാനാണിത്. ഓരോ കുത്തിനുമിടയിൽ ചുരുങ്ങിയത് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം. ഇങ്ങനെ ചെയ്യുന്നത് ലിപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ തടയാൻ വേണ്ടിയാണ്. എന്താണ് ഈ ലിപ്പോ ഹൈപ്പർട്രോഫി എന്ന് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കുത്തിവെക്കുമ്പോൾ തൊലിക്കടിയിലുണ്ടാകുന്ന ഒരു തടിപ്പ് അല്ലെങ്കിൽ മുഴയാണിത്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആ ഭാഗത്ത് ഇൻസുലിൻ ശരിക്ക് അബ്സോർബ് ആവില്ല. അപ്പം നമ്മുടെ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇപ്പോൾ മാർക്കറ്റിലെ കിട്ടുന്ന സൂചികൾക്ക് വലിയ നീളമൊന്നുമില്ല. സാധാരണയായി ഒരു 4 മുതൽ 6 മില്ലിമീറ്റർ നീളമുള്ള സൂചികളാണ് ഏറ്റവും നല്ലത്. പണ്ടൊക്കെ നീളം കൂടിയ സൂചികളായിരുന്നു. അപ്പോൾ തൊലിയൊന്ന് നുള്ളിപ്പിടിച്ചിട്ട് വേണമായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ ചെറിയ സൂചികൾ വന്നതോടെ ആ പണിയൊക്കെ കുറഞ്ഞു. കാര്യങ്ങൾ വളരെ എളുപ്പമായി. അപ്പോ ഈ പുതിയ ചെറിയ സൂചികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സൂചി നേരെ 90 ഡിഗ്രിയിൽ തന്നെ കുത്തണം. ചരിഞ്ഞൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. നേരെ അങ്ങ് കുത്തുക. ഇനി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ സൂചി വലിച്ചൂരരുത്.
ആ പെന്നിന്റെ ബട്ടൺ അമർത്തിപ്പിടിച്ച് ഒരു 10 സെക്കൻഡ് മനസ്സിൽ പതുക്കെ 1 മുതൽ 10 വരെ എണ്ണ. എന്തിനാണെന്നോ, ഇൻസുലിന്റെ മുഴുവൻ ഡോസും ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയാണിത്. അല്ലെങ്കിൽ കുറച്ച് ഇൻസുലിൻ പുറത്തേക്ക് ലീക്കായി പോവും. ഓക്കെ, ഇഞ്ചക്ഷൻ എടുത്തു. ഇനി പണി കഴിഞ്ഞോ? ഇല്ല. അതിനുശേഷവും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും നമ്മുടെ സുരക്ഷയ്ക്കും ഇൻസുലിന്റെ ഗുണമേന്മ നിലനിർത്താനും വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് സൂചി ഊരുമ്പോൾ അതിന്റെ ആ വലിയ പുറത്തുള്ള അടപ്പ് വെച്ച് തന്നെ ഊരാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും സേഫ്. എന്നിട്ട് ആ സൂചി നേരെ ഒരു ഷാർപ്സ് കണ്ടെയ്നറിലേക്ക് ഇടുക. സാധാരണ വേസ്റ്റ് ബോക്സിലിടരുത്. എന്നിട്ട് പേനയുടെ അടപ്പ് തിരികെ വയ്ക്കുക. അത്രയല്ലോ, സിമ്പിൾ. ഇൻസുലിൻ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതിനും ചില നിയമങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത പുതിയ ഇൻസുലിൻ ആണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കണം, 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസിൽ. പക്ഷെ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കരുത്. ഇനി നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെന്നാണെങ്കിലോ, അത് റൂം ടെമ്പറേച്ചറിൽ, അതായത് 30 ഡിഗ്രിക്ക് താഴെ വെച്ചാൽ മതി. ഏകദേശം 28 മുതൽ 42 ദിവസം വരെ അത് കേടുകൂടാതെ ഇരിക്കും. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, തീർച്ചയായും ചെയ്യേണ്ടതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. 2 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. 1. ഓരോ തവണയും പുതിയ സൂചി ഉപയോഗിക്കുക. 2. കുത്തിവെക്കുന്ന സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കുക. അതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ: ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കരുത്. പിന്നെ നിങ്ങളുടെ ഇൻസുലിൻ പെൻ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയോ മറ്റൊരാളുടേത് നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇത് വളരെ പ്രധാനമാണ്. ഇനി ചിലപ്പോഴൊക്കെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. അതിൽ പേടിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള എളുപ്പവഴികളെക്കുറിച്ചും എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നും നമുക്ക് നോക്കാം. കുത്തിവെച്ച സ്ഥലത്ത് ചെറിയ ബ്ലീഡിങ്ങോ ചതവോ കണ്ടാൽ അവിടെ പതുക്കെയൊന്ന് അമർത്തിപ്പിടിച്ചാൽ മതി. ഒരയ്ക്കരുത്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്നിക് ശരിയാണോ, പുതിയ സൂചിയാണോ ഉപയോഗിച്ചത് എന്നൊക്കെയൊന്ന് ചെക്ക് ചെയ്യുക. മുഴകൾ കണ്ടാൽ പിന്നെ ആ ഭാഗത്ത് കുത്തരുത്, സ്ഥലം മാറ്റിപ്പിടിക്കുക. ചിലപ്പോൾ ഷുഗർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടാം. അപ്പം നിങ്ങൾ സൈറ്റ് റൊട്ടേഷൻ ശരിയായി ചെയ്യുന്നുണ്ടോ, മുഴകളുള്ള ഭാഗം ഒഴിവാക്കുന്നുണ്ടോ എന്നൊക്കെയൊന്ന് ഉറപ്പുവരുത്തുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി ഫോളോ ചെയ്താൽ നമ്മുടെ ബ്ലഡ് ഷുഗറിലെ ആ ഏറ്റക്കുറച്ചിലുകളുണ്ടല്ലോ, അത് 20 മുതൽ 30% വരെ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ചെറിയ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന മാറ്റം അത്ര വലുതാണ്. അപ്പോ നിങ്ങൾക്കത് തീർച്ചയായും സാധിക്കും. ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ശരിയായ രീതിയിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പഠിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ നിർത്താൻ സഹായിക്കുന്ന ഒരു വലിയ കഴിവാണ്. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോ ഈ കാര്യങ്ങളൊക്കെ കേട്ടതിനു ശേഷം നിങ്ങളുടെ ഇൻസുലിൻ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്തായിരിക്കും? നാളെ മുതൽ തന്നെ തുടങ്ങാൻ പോകുന്ന ഒരു മാറ്റം. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നേക്കാം.